ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഊസൈക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പറഞ്ഞാൽ തീരാത്ത കഥകളുടെ, കേട്ടാൽ മതിവരാത്ത സംഭവങ്ങളുടെ സംഘാതമാണ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ലോകാനുഗ്രഹി എന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ജീവിതത്തിൻ്റെ മുഴുവൻ പരീക്ഷണ ഘട്ടങ്ങളിലും ലോകത്തിന് അനുഗ്രഹമായിരിക്കണം താനെന്ന് തീർച്ചപ്പെടുത്തിയ പ്രവാചകനായിരുന്നു ഹബീബായ റസൂൽ. പ്രവാചക ജീവിതത്തിലെ ഏറ്റവും കഠിനതരമായ പരീക്ഷണത്തിൻ്റെ ഘട്ടമാണ് ത്വായിഫിൽ പ്രവാചകന് നേരിടേണ്ടി വന്നത്. മർദ്ദനം സഹിച്ച് കല്ലേറുകൊണ്ട് ചോരയൊലിപ്പിച്ച് വന്നിരിക്കുന്ന പ്രവാചകൻ്റെ അടുത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ആഗതനാവുന്നുണ്ട്. ജിബ്രീൽ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് പർവ്വതങ്ങളെ നിയന്ത്രിക്കുന്ന മലക്കുകളുമായാണ്. ത്വായിഫ് പ്രദേശം കണ്ട ആളുകൾക്കറിയാം, പർവ്വതത്തിൻ്റെ മുകളിലാണ്, കുന്നും മലയും കയറിയാണ് ആ പ്രദേശത്ത് എത്തേണ്ടത്. മക്കയിൽ ആരും വിവരമറിയരുത് എന്ന് കരുതി സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി കാൽനടയായാണ് മക്കയിൽ നിന്ന് പ്രവാചകൻ ത്വായിഫിൽ എത്തുന്നത്. പ്രവാചകനത് കേട്ടു. ജിബ്രീൽ പറഞ്ഞു, പ്രവാചകരെ, അങ്ങയോട് ഇത്രയും ക്രൂരരായി പെരുമാറിയ ഈ ആളുകളെ വേണമെങ്കിൽ രണ്ട് മലകൾക്കിടയിൽ ഞെരിച്ചമർത്താനായാണ് ഞാൻ മലക്കുകളുമായി വന്നിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു, അള്ളാഹുവിന് എന്നോട് കോപമില്ല എങ്കിൽ അത് മതി എൻ്റെ ജീവിതത്തിന്. ഈ ആളുകളെ നശിപ്പിക്കരുത്. കാരണം അവരിൽ നിന്ന് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു തലമുറ സൃഷ്ടിക്കപ്പെട്ടേക്കും. പിന്നീട് ഹുനൈൻ യുദ്ധത്തിന് ശേഷം ത്വായിഫുകാരായ ആളുകൾ മുഴുവൻ ഇസ്ലാമിലേക്ക് വരുന്നതാണ് ചരിത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നോട് ഏറ്റവും ക്രൂരവും മ്ലേച്ഛമായും പെരുമാറിയ ആളുകളോട് പോലും കാരുണ്യം കാണിച്ചു. ആ പ്രവാചകനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറയുന്നത്. സൂറ ഹസാബിൽ സാധാരണ നാം ഓതുന്ന ഒരു ഭാഗമുണ്ട്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും. സൂറ തൗബയുടെ അവസാന ഭാഗത്ത് വരുന്ന ആയത്താണ്. അള്ളാഹുവിൽ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾക്കിടയിലാണ് ആ പ്രവാചകൻ ജീവിച്ചത്. വിശ്വസ്തനായിക്കൊണ്ട്, സത്യസന്ധനായിക്കൊണ്ട്, ഇടപാടുകളിൽ നീതി പുലർത്തിക്കൊണ്ട്, കുടുംബ ബന്ധങ്ങളെ ചേർത്തുകൊണ്ട്, പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട്, സർവരുടെയും ഭാരം വഹിച്ചുകൊണ്ട് ഈ പ്രവാചകൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ച പ്രവാചകൻ. അദ്ദേഹം പ്രവാചകനായി നിങ്ങളിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം പറ്റിപ്പോകുമോ എന്ന ആധിയിലാണ് അദ്ദേഹം എപ്പോഴും ഉള്ളത്. അവിടുത്തെ പ്രിയപത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു ദിവസം രാത്രി പ്രവാചകൻ്റെ കൂടെ ഉറങ്ങാൻ കിടന്ന ഞാൻ അർദ്ധരാത്രി കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. സുജൂദിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ, പടച്ചവനെ, എൻ്റെ ഉമ്മത്ത് എന്നിങ്ങനെ പറഞ്ഞ് കരയുകയാണ്. ആ ഹദീസിലെ വിശദീകരണം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘനേരം തൻ്റെ ഉമ്മത്തിന് വേണ്ടി കരഞ്ഞത് കാണുന്ന അള്ളാഹു ജിബ്രീലിനോട് പറയുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് നീ പറയണം, വിഷമിക്കണ്ട, ഉമ്മത്തിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, ഞാനുണ്ട് അവർക്ക് കാവൽക്കാരനായി എന്ന് പറയണം എന്ന്. അതേക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിണതി എന്താവും എന്ന് അങ്ങേയറ്റം ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ. സൂറ കഹ്ഫിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ആളുകൾ ഈ വിശ്വാസം സ്വീകരിക്കാതെ പോകുമോ എന്ന് കരുതി
നിന്റെ ജീവൻ തന്നെ അപകടപ്പെടുമാർ നീ ആ വിഷയത്തെക്കുറിച്ച് ആശങ്ക പുലർത്തുന്നുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുന്നത്. ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. ഞാനൊഴികെയുള്ള സകല പ്രവാചകരും ആ പ്രാർത്ഥന ദുനിയാവിൽ വെച്ച് തന്നെ ആ പ്രാർത്ഥന അവർ നടത്തുകയും അതേ തുടർന്നുള്ള ഫലം അവർ നേടുകയും ചെയ്തു. സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, അപ്പോൾ താങ്കളുടെ പ്രാർത്ഥനയോ? പ്രവാചകൻ പറഞ്ഞു, അത് ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ പരലോകത്ത് ഉപയോഗിക്കാൻ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അന്ന് അല്ലാഹു അല്ലാതെ മറ്റൊന്നിനെയും ഇബാദത്ത് ചെയ്യാതിരുന്ന മുഴുവൻ ആളുകളും, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. ഇപ്രകാരം ഉമ്മത്തിനെക്കുറിച്ച് ചിന്തിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, അസീസുൻ അലൈഹിമ അനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് അദ്ദേഹം എപ്പോഴും ആശങ്കയിലാണ് എന്ന്. ഈ സ്നേഹമെന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക് ആയിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുയായികൾക്ക് അങ്ങോട്ടുണ്ടായിരുന്ന സ്നേഹവും ആദരവും എന്ന് പറയുന്നത് നമ്മൾക്ക് താരതമ്യങ്ങൾ ഇല്ലാത്തതാണ് എന്ന് നമുക്കറിയാം. ഹുദൈബിയ സന്ധിയുടെ വേളയിൽ ഖുറൈശികളായ ആളുകൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇടയിൽ മീഡിയേറ്ററായി വന്ന ഉർവ ബിൻ മസ്ഊദ് തിരിച്ചു ചെന്നതിന് ശേഷം ഖുറൈശികളോട് പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ എന്നെ, ലോകമേറെ ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പേർഷ്യക്കാരുടെ കൊട്ടാരത്തിൽ ഞാൻ പോയിട്ടുണ്ട്. റോമക്കാർ അവരുടെ രാജാവിനെ എങ്ങനെയാണ് ആദരിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എത്യോപ്യൻ രാജാവും അവിടുത്തെ പ്രജകളും തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. പക്ഷേ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ ഒരാളും ആദരിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് പറയുന്ന സംഭവം നമുക്ക് അറിയാവുന്നതാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് പ്രവാചകർക്ക് അനുയായികളോടുള്ള ബന്ധത്തെപ്പറ്റി. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞതാണ്. പ്രവാചകത്വത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്ന ആളാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹത്തിന് തോന്നി പ്രവാചകന് എന്നോടാണ് കൂടുതൽ സ്നേഹം എന്ന്. പ്രവാചകനോട് അടുത്ത് പെരുമാറുന്ന മുഴുവൻ ആളുകൾക്കും റസൂലിന് തന്നോടാണ് സ്നേഹം എന്ന് തോന്നുന്ന അവസ്ഥ സൃഷ്ടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ലോകാനുഗ്രഹിക്ക് കഴിഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, റസൂലെ, മനുഷ്യരിൽ ഏറ്റവും ഇഷ്ടം താങ്കൾക്ക് ആരോടാണ്? റസൂൽ പറഞ്ഞു, ആയിഷയോട്. ചിരിച്ചു അംർ ഇബ്നുൽ ആസ്. അദ്ദേഹം പറഞ്ഞു, റസൂലെ, ഞാൻ സ്ത്രീകളുടെ കാര്യമല്ല പുരുഷന്മാരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. റസൂൽ പറഞ്ഞു, അവളുടെ പിതാവിനോട്. പിന്നീട് ആരോടാണ് ഇഷ്ടം? ഉമറിനോട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നീട് ചോദ്യം ഞാൻ നിർത്തി. കാരണം എൻ്റെ പേര് എത്രാമതായിരിക്കും വരിക എന്ന് എനിക്ക് ആശങ്ക തോന്നി എന്ന് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മക്കാ വിജയ വേളയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹുവിനെ, അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നില്ല, ആ സന്ദർഭത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവരുന്ന ഒരു രംഗം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അന്ന് 95 വയസ്സോളം പ്രായമുള്ള അബൂ ഖുഹാഫയെ ഒരു പുതപ്പിൽ ചുമന്നുകൊണ്ടാണ് ആളുകൾ കൊണ്ടുവരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തിനാണ് പടുവൃദ്ധനായ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ അവിടെ വന്ന്, അബൂബക്കറുമായുള്ള എൻ്റെ ബന്ധം അത്രക്ക് വലുതാണല്ലോ എന്നാണ് പ്രവാചകൻ പറയുന്നതിൻ്റെ ഉദ്ദേശം. ഞാൻ അങ്ങോട്ട് വന്ന് ഞാൻ ബൈഅത്ത് വാങ്ങുമായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു വല്ലാതെ കരയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നു, എന്തിനാണ് അബൂബക്കറെ നീ കരയുന്നത്? അദ്ദേഹം പറയുന്നു, എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് അബൂ ത്വാലിബ് ആയിരുന്നെങ്കിൽ, അങ്ങയുടെ മൂത്താപ്പയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കുന്നത് എത്രമാത്രം താങ്കൾ ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. അതായത് സ്വന്തം പിതാവിൻ്റെ സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായി ആകട്ടെ എന്ന് ആഗ്രഹിച്ചു പോകുന്ന വിധത്തിലുള്ള വല്ലാത്ത ഒരു സ്നേഹബന്ധമായിരുന്നു. സാധാരണ അറബിയിലൊരു പ്രയോഗമുണ്ട്, എൻ്റെ ബാപ്പയും ഉമ്മയും നിങ്ങൾക്ക് ജാമ്യമാണ് എന്ന് സാധാരണ ഭാഷയിലൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തെ യാഥാർത്ഥ്യവൽക്കരിക്കുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികൾ പെരുമാറുന്നത് നമ്മൾ കാണുന്നുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലൊരു സഹാബി വന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ അധികം നമസ്കാരവും നോമ്പും സ്വതക്കയും ഒന്നും ചെയ്യാറില്ല. കഥ ആരംഭിക്കുന്നത് അങ്ങനെയല്ല. അയാൾ വന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനോട്, ആറാബിയായൊരു മനുഷ്യൻ, റസൂലെ, എന്നാണ് അന്ത്യനാൾ? റസൂൽ പറഞ്ഞു, നീ അതിനു വേണ്ടി എന്താണ് ഒരുക്കിയിരിക്കുന്നത്? അതിനുള്ള ഉത്തരമായി ഇയാൾ പറയുന്നു, ഞാൻ വല്ലാതെ നമസ്കാരവും നോമ്പും സദഖയും ഒന്നും നിർവഹിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, നീ സ്നേഹിക്കുന്നവരുടെ കൂടെയാണ് എന്ന്. അന്ത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ്. ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന ഖാദിമുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ലാമിൽ വന്നതിന് ശേഷം ഈ ഹദീസ് കേട്ട ദിവസത്തിൽ സന്തോഷിച്ചതുപോലെ ഞങ്ങൾ ആരും മറ്റൊരു ദിവസവും ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല. കാരണം ഞങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും കൂടെയാകുമല്ലോ. അവരുടെ അത്രയൊന്നും അമൽ ചെയ്യുന്നില്ലെങ്കിലും ഞങ്ങളെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാരണം റസൂലിൻ്റെ ഈ ഹദീസ് കാരണമായി എന്ന് പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ റസൂല് എപ്രകാരമാണ് നമ്മെ സ്നേഹിച്ചത് എന്നതിനെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഔപചാരികതകളുള്ള സന്ദേശങ്ങൾ എത്തിച്ചു തരിക എന്നുള്ള ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ. വിശുദ്ധ ഖുർആൻ പല പ്രാവശ്യം അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നുണ്ട്, റസൂലെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ വേപതു കൊള്ളുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആശങ്കിക്കുന്നത്? നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സന്ദേശം എത്തിച്ചു കൊടുക്കുക മാത്രമാണ്. ആരെയാണ് ഹിദായത്തിലാക്കേണ്ടത്, ആരാണ് വഴികേടിലാവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയൊരു തീരുമാനത്തിന് പ്രകാരമാണല്ലോ നടക്കുക എന്ന സമാശ്വാസ വചനങ്ങൾ നിരന്തരമായി വിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ കഴിയും. പക്ഷെ അതിനപ്പുറവും അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ ഉമ്മത്തിന് വേണ്ടി, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് എപ്പോഴും പ്രാർത്ഥിച്ചു. അവരെ സന്മാർഗത്തിലാക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് നിരന്തരമായി ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. അതിനാൽ ആ ജീവിതത്തെ അറിയുക, ആ മഹാനുഭാവനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഈമാനിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് എന്ന് നമ്മൾ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുന്ന് കൊണ്ടുവന്ന സന്ദേശത്തോടും വൈചാരികവും യുക്തിപരവുമായ ഒരു ബന്ധം മാത്രമല്ല നമുക്കുണ്ടാവേണ്ടത്. പകരം അതൊരു വൈകാരികമായ ബന്ധം കൂടിയായി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും നാം തെറ്റിദ്ധരിക്കാറുണ്ട്. ആളുകളിങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലിനോട് സ്നേഹം വെച്ചാൽ മതി, ആ സ്നേഹം കൊണ്ട് മാത്രം കർമ്മങ്ങളില്ലാതെ ഞാൻ സ്വർഗത്തിൽ കടന്നു കളയും എന്ന് ചിലപ്പോൾ ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനമായി ആളുകൾ ധരിക്കാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിന് വേണ്ടി ആളുകൾ അങ്ങനെ ധരിക്കാറുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ പറയണം അവരോട്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ. ഈ ഹദീസിൽ പറയുന്നതാണല്ലോ, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു. അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം റസൂലിനെ നിങ്ങൾ ജീവിതത്തിൽ പിന്തുടരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട് പലപ്പോഴും മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അപ്പോഴത്തെ എക്സ്ട്രീമിറ്റിയിൽ, അപ്പുറത്തെ സൈഡിലുള്ള എക്സ്ട്രീമിറ്റിയിൽ ചിലപ്പോൾ നില ഉറപ്പിച്ചു പോകും. നമ്മൾ റസൂലിനോടുള്ളത് കേവലം ഒരു വൈചാരികവും യുക്തിപരവുമായ ബന്ധം മാത്രമാക്കി കാണുന്നിടത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ അതിൻ്റെ മുഴുവൻ സാകല്യത്തോടും കൂടി നമുക്കറിയാൻ കഴിയുകയില്ല എന്നും അത് നമ്മുടെ ജീവിതത്തിലെ വലിയ പരാജയമായി തീരും എന്നുള്ളതും നമ്മൾ അറിയേണ്ടതുണ്ട്. അറ്റമില്ലാത്ത മാതൃകകളാണ് ഉസ്വത്തുൻ ഹസന. ആ ജീവിതത്തിൽ നിന്ന് എത്ര നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുവോ, എത്ര നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവോ, ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന് കരുതി ഒരു നന്മ നിങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് മതി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്. തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച സൂറ അഹ്സാബിലെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ എന്നാണ്. നിങ്ങളെ ഞാൻ അയച്ചിരിക്കുന്നത് ഈ സന്ദേശവുമായി ലോകത്തിന് മുഴുവൻ വെളിച്ചമായിക്കൊണ്ട്, പ്രകാശം പരത്തുന്നതായിക്കൊണ്ടാണ്. സാക്ഷാൽ സൂര്യനെക്കുറിച്ച് സൂറ നബയിൽ അമ്മ എന്ന് നമ്മൾ പറയുന്ന അവസാനത്തെ ജുസ് ആരംഭിക്കുന്ന സൂറത്തിൽ പറയുന്നുണ്ട്. സിറാജ് എന്ന വാക്ക് അവിടെ വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന സിറാജം വഹാജ, സാക്ഷാൽ സൂര്യനെക്കുറിച്ചാണ്. അതേ പദം തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ സിറാജ് എന്ന് ഉപയോഗിക്കുന്നു. എപ്രകാരമാണോ സാക്ഷാൽ സൂര്യൻ മുഴുവൻ പ്രപഞ്ചത്തിനും
ഊർജ്ജദായകമായിക്കൊണ്ട് നിലകൊള്ളുന്നത്. എങ്ങനെയാണോ ജീവിതത്തിനാവശ്യമായ ചൂടും താപവും വെളിച്ചവും സൂര്യൻ പരത്തിക്കൊണ്ടിരിക്കുന്നത്, അപ്രകാരം ഇരുട്ട് നിറഞ്ഞ നമ്മളുടെ ജീവിതങ്ങളിൽ ഊർജ്ജമായി, പ്രകാശമായി, വെളിച്ചമായി അള്ളാഹുവിൻ്റെ റസൂൽ ഉണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച കേവല സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷൻ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ജനനത്തെയും മരണത്തെയും പിതാവിൻ്റെയും മാതാവിൻ്റെയും പേരുകളെ സംബന്ധിച്ച ചില അറിവുകൾക്കപ്പുറത്ത് ആ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലെ മുഖ്യമായ ഒരു പ്രവർത്തനമായി മാറേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് മാതൃകകൾ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കിട്ടും. ഇത്രമാത്രം അനുയായികളുണ്ടായിട്ടും എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ആളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്ന നേതാവ്. ഞാൻ നേതാവായതുകൊണ്ട് എനിക്കെപ്പോഴും സവിശേഷമായ പരിഗണനകൾ കിട്ടണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വിചാരിക്കുകയല്ല. ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലെ ഒരു ചരിത്രം നമ്മൾ അറിയണം. അന്ന് മുസ്ലിം പക്ഷത്ത് നിന്ന് വിഭവങ്ങളുള്ളത് വളരെ കുറവാണ്. ആളുകൾക്ക് ഓരോരുത്തർക്ക് ഓരോന്ന് എന്നുള്ള രീതിയിൽ എടുക്കാൻ കുതിരയോ ഒട്ടകമോ മറ്റു യാത്രാമാർഗങ്ങളോ ഇല്ല. അതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിന് കൂടെ 2 പേരെ കൂടി ചേർത്തുകൊണ്ട് ഒട്ടകത്തെ ഇങ്ങനെ ഊഴമിട്ട് ഒട്ടകത്തിൽ സഞ്ചരിക്കേണ്ടുന്ന അവസ്ഥയുണ്ടായി. അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുമാണ് ചെറുപ്പക്കാരായ 2 പേരാണ് കൂടെയുള്ളത്. അവർ ശങ്കിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ ഉണ്ടായിരിക്കെ അതബ് കേടല്ലേ ഞങ്ങൾ അങ്ങനെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമെന്ന് അവർ ഒരുപാട് നിർബന്ധിച്ചു. അവർ കയറാൻ തയ്യാറായില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ പാപമോചനത്തിനും അവനിൽ നിന്നുള്ള പ്രതിഫലത്തിനും നിങ്ങളെപ്പോലെ ആശയുള്ളവനാണ് ഞാൻ, നിങ്ങളെപ്പോലെ ആഗ്രഹമുള്ളവനാണ് ഞാൻ. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ മാത്രം, നടക്കാൻ കഴിയാത്ത വിധം നിങ്ങളെക്കാൾ ആരോഗ്യം കുറഞ്ഞവരുമല്ല ഞാൻ എന്ന് സ്വന്തം അനുയായികളെ പറഞ്ഞ് പ്രേരിപ്പിച്ച് അവരെ ഒട്ടകപ്പുറത്ത് കയറ്റുന്ന പ്രവാചകൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ മാതൃകയാണ്. ആളുകൾ ചോദിക്കുന്നു, ദൈവവിശ്വാസികളായിട്ടും എന്തുകൊണ്ടാണ് ആളുകൾക്ക് പരീക്ഷണങ്ങൾ ഇല്ലാതാവാത്തത്? പരീക്ഷണങ്ങൾ ഒന്നിനുമേൽ ഒന്ന് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ചിലരുടെ ജീവിതം കാണുമ്പോൾ അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ പരീക്ഷിക്കാനാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മതവിരുദ്ധ ശക്തികൾ, ദൈവവിരുദ്ധ ശക്തികൾ, യുക്തിവാദികൾ എന്ന് പറയുന്ന യുക്തിരാഹിത്യമുള്ള ആളുകൾ അവർ ചോദിക്കുന്നു, എന്ത് ദൈവമാണ്, ദൈവമില്ല എന്നുള്ളതിന് തെളിവാണല്ലോ ഇത്തരം സംഭവങ്ങൾ എന്നവർ ചോദിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ജീവിതത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അവൻ കരുണാവാരിധിയാണ്, നീതിമാനാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, നിങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, മറിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന സകല നന്മ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും തിന്മയാണ് എന്ന് നിങ്ങൾ ധരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾക്കുണ്ടാകും. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത് എന്ന ബോധ്യവും നിങ്ങൾക്കുണ്ടാകും. അതുവഴി നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്, അജബല്ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യമെന്ന് പറയുന്നത് വളരെ വലിയ അത്ഭുതമാണ്. അവന് എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ അതും പ്രതിഫലദായകം തന്നെ, എന്തെങ്കിലും മോശമെന്ന് കരുതുന്നത് സംഭവിച്ചാൽ അതും പ്രതിഫലദായകം തന്നെ. കാരണം ഒന്നിന് അവൻ ശുക്ർ ചെയ്യും, മറ്റതിന് അവൻ അള്ളാഹുവിനോട് അവൻ സ്വബിർ, അവൻ ക്ഷമ കാണിക്കും, അവൻ ആത്മനിയന്ത്രണം പാലിക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരടിസ്ഥാനം ഇതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിശ്വാസം കൊണ്ട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാവുമായിരുന്നു എങ്കിൽ അതിന് ഏറ്റവും അർഹൻ മുസ്തഫ എന്ന്, മുജ്തബ എന്ന്, സിറാജും മുനീർ എന്ന് ഒക്കെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്ന, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, മുഹമ്മദാണവൻ, അഹ്മദാണവൻ, ഗുണത്തിലും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലുമൊക്കെ ധാരാളം സ്തുതികൾ അവനിലുണ്ട് എന്ന് പറയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലായിരുന്നു പരീക്ഷണങ്ങൾ ഉണ്ടാവാതെ പോകേണ്ടിയിരുന്നത്. പക്ഷെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 63 കൊല്ലത്തെ ജീവിതത്തിൽ എന്താണ് പ്രവാചകൻ ഇനി സഹിക്കാൻ ബാക്കിയുള്ളത്? 7 മക്കളെയാണ് അള്ളാഹു നൽകിയത്. അതിൽ 6 മക്കളും ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സന്ദർഭത്തിൽ മരിച്ചു പോകുന്നു. 1 വയസ്സിൽ, 3 വയസ്സിൽ, 7 വയസ്സിൽ. സൈനബ് റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൾ മരിക്കുന്നത് ഏകദേശം 29 വയസ്സുള്ള സമയത്ത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിലാണ്.
ഒരു മക്കളോ അല്ലെങ്കിൽ പ്രായമായി തന്നെ ബാപ്പയോ ഉമ്മയോ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രോമയിൽ നിന്ന് പോലും മോചിതരാവാൻ കഴിയുന്ന പാവപ്പെട്ടവരാണ് നമ്മൾ, നിസ്സഹായരാണ് നമ്മൾ. അവിടെയാണ് നമ്മുടെ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. അതിൽ അബ്ദുള്ള എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിക്കുന്ന സന്ദർഭമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലിരുന്നു കൊണ്ട് ആ മകൻ ഇങ്ങനെ ശ്വാസത്തിന് വേണ്ടി പ്രയാസപ്പെടുകയാണ്. ആസ്മാരോഗിയായിരുന്ന ആ മകൻ. കാരണം ശ്വാസം കൊടുക്കുന്നതിന് വേണ്ടി ഇന്നത്തേതുപോലുള്ള ആധുനിക സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കരച്ചിൽ വന്നു, സങ്കടം വന്നു. ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. ആ സമയത്താണല്ലോ ഒരു സഹാബിയായ ഒരാൾ ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കളും കരയുകയാണ്, അത് അള്ളാഹു എൻ്റെ മനസ്സിൽ നിക്ഷേപിച്ച കാരുണ്യമാണ് എന്ന് പറയുന്ന പ്രവാചകനാണ്. ഇപ്രകാരം പരീക്ഷിക്കപ്പെടുന്നു. ഒരൊറ്റ വർഷത്തിനുള്ളിൽ എന്നല്ല, ഒരൊറ്റ ആഴ്ചക്കുള്ളിൽ എന്നാണ് സീറ എഴുതിയ ആളുകൾ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏക ഭാര്യ അന്നുണ്ടായിരുന്ന പ്രിയപ്പെട്ടവൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണവും അബൂ താലിബിൻ്റെ മരണവും ഉണ്ടാകുന്നത്. സഹാബികൾ പറയുന്നത് പിന്നീട് 1.5 വർഷക്കാലം പ്രവാചകൻ്റെ മുഖത്ത് ഞങ്ങൾ ചിരി കണ്ടില്ല എന്നാണ്. വർഷങ്ങൾക്ക് ശേഷം ഹിജറ കഴിഞ്ഞ് മക്കം ഫത്തഹിന് ശേഷം പിന്നീട് മക്കയിലേക്ക് തിരിച്ചു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ ഖബറിനരികിൽ ഇങ്ങനെ വിവിധ വികാരങ്ങളുമായി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ന് സഹാബികൾ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവം, നമ്മുടെ വിശ്വാസി സമൂഹത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ആധാരമായ സംഭവമാണ് ബദർ യുദ്ധം. യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ. ആരാണ് വിജയിക്കുക, ആരാണ് നിലനിൽക്കേണ്ടത് എന്ന് അള്ളാഹു സത്യത്തിൻ്റെ മാർഗം നിലനിൽക്കണമെന്ന് തീരുമാനിച്ച ദിവസം. സ്വാഭാവികമായും പ്രവാചകൻ ധാരാളമായി സന്തോഷിച്ച ദിവസം. പക്ഷെ ആ സന്തോഷം പോലും പ്രവാചകന് അധിക സമയം കൊണ്ടു നടക്കാനായില്ല. ബദറിൽ നിന്ന് അവർ മദീനയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കാണുന്നത്, മദീനയിലെ ജന്നത്തുൽ ബഖീയിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട മകൾ റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ മയ്യിത്ത് ഖബറടക്കി തിരിച്ചു വരുന്ന അവിടെയുണ്ടായിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ചെറു സംഘത്തെയാണ് അവർ കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസ്ഥ. അതിനാൽ ആ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പാഠം, ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ് എന്നുള്ള വലിയൊരു പാഠമാണ്. പ്രവാചകരെ താങ്കൾ കരയുന്നുവോ എന്ന് ചോദിച്ച മറ്റൊരു സന്ദർഭത്തിൽ, ഇതുപോലൊരു ദുഃഖത്തിൻ്റെ സന്ദർഭത്തിൽ, ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ മരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്, മനസ്സിന് വിഷമം അനുഭവപ്പെടും, കണ്ണിലൂടെ അതിൻ്റെ ലക്ഷണങ്ങൾ വരും, കണ്ണീരായി വരും, പക്ഷേ ഈ ചുണ്ടിൽ നിന്ന് ഒന്നും പുറപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിന് ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ള അർത്ഥത്തിൽ നിരാശനായിക്കൊണ്ടുള്ള ഒരു വചനവും പുറപ്പെടുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭാര്യമാരോട് അങ്ങേയറ്റത്തെ സ്നേഹം കാണിച്ച ആളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മുടെ കുടുംബജീവിതങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരബദ്ധം എന്ന് പറയുന്നത്, അവരാണല്ലോ നമ്മോട് ഏറ്റവും അടുപ്പമുള്ളത്, അതിനാൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാ അത്തരം ബന്ധങ്ങളെ നമ്മൾ എടുക്കാറുള്ളത്. ഇണകളോടുള്ള, മക്കളോടുള്ള, മാതാപിതാക്കളോടുള്ള ബന്ധത്തെയൊക്കെ നമ്മൾ എടുക്കുന്നു. പ്രത്യേകിച്ചും ഭാര്യമാരോട് സ്നേഹം പുലർത്തുന്നു എന്നുള്ളത് മറ്റുള്ള ആളുകൾ കാണുന്നതൊരു മോശമാണോ എന്ന് തോന്നുന്ന കുടുംബാന്തരീക്ഷങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനാൽ ഞാനൊരു ഗൗരവക്കാരനാണ്, ഭാര്യയെ വരച്ച വരയിൽ നിർത്തുന്നവനാണ് എന്ന ഒരു ഇമേജ് സൃഷ്ടിക്കുന്നത് എന്തോ വലിയ കാര്യമാണ് എന്ന് ധരിച്ചു പോകുന്ന കുടുംബാന്തരീക്ഷങ്ങൾ പലപ്പോഴും നമ്മുടെ പാരമ്പര്യ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷം നിരന്തരമായി ഇടയ്ക്കിടയ്ക്ക് ഖദീജ ബീവി അനുസ്മരിക്കും അള്ളാഹുവിൻ്റെ റസൂല്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എനിക്ക് അസൂയ മൂക്കും ചില സന്ദർഭങ്ങളിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ എന്താണ് ഇങ്ങനെ എന്നോ മരിച്ചുപോയ ഒരു കിഴവിയെക്കുറിച്ച് എന്നാണ് അതിലെ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ സ്വന്തത്തെക്കുറിച്ചാണ് ഉദ്ദേശം, അള്ളാഹു തന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, എന്തറിയാം ആയിഷ നിനക്ക്, എനിക്കതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്ന് തന്നിട്ടില്ല. കാരണം എല്ലാവരും എന്നെ അസത്യപ്പെടുത്തിയപ്പോൾ, ഞാൻ കള്ളനാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ സത്യപ്പെടുത്തിയവളാണവൾ ഖദീജ. ഞാൻ സാമ്പത്തികമായി പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ എനിക്ക് സമ്പത്ത് തന്നവളാണവൾ. അള്ളാഹു എനിക്ക് കുട്ടികളെ തന്ന് അനുഗ്രഹിച്ച് അവളിലൂടെയാണ്. നിർത്തിയില്ല പ്രവാചകൻ പറഞ്ഞു, ഖദീജയുടെ പ്രണയം വഴി അള്ളാഹു എന്നെ ആദരിച്ചിരിക്കുന്നു, എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയും. മറ്റൊരു സന്ദർഭത്തിൽ ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സദ്യക്ക് ക്ഷണിക്കാൻ വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, എനിക്ക് മാത്രമാണോ ക്ഷണം?
അതേ റസൂല്. വീണ്ടും ചോദ്യം, എന്നെ മാത്രമാണോ വിളിച്ചിട്ടുള്ളത്? അതേ റസൂല്. മൂന്നാമതും റസൂൽ ചോദ്യം ആവർത്തിച്ചു, ഞാൻ മാത്രം പങ്കെടുക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ക്ഷണിക്കാൻ വന്ന ആൾക്ക് കാര്യം മനസ്സിലായി. അല്ല, താങ്കളെയും ആയിഷ ബീവിയെയും ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എങ്കിൽ ഞാൻ വരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സമാനമായൊരു സാഹചര്യത്തിൽ നമ്മളാണ് അകപ്പെടുന്നതെങ്കിൽ എന്തായിരിക്കും യഥാർത്ഥത്തിൽ നമ്മളെടുക്കുന്നൊരു പൊസിഷൻ എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന ഭർത്താവിൽ നിന്ന് നമ്മളെന്ന ഭർത്താവിലേക്കും ഭാര്യയിലേക്കുമൊക്കെയുള്ള ദൂരം, കുടുംബജീവിതത്തിലേക്കുമുള്ള ദൂരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അള്ളാഹുവിൻ്റെ റസൂല് ആളുകളുടെ മാന്യത പാലിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം നേരം വെളുത്ത് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുന്ന പണി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ ടൈം നമുക്ക് കിട്ടും. കാരണം എപ്പോഴും നമുക്ക് ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്, പ്രത്യേകിച്ചും ദീനിയായ സംരംഭങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതിനൊക്കെയുള്ള ന്യായം നമുക്ക് സമയമില്ല എന്നുള്ളത്. നിങ്ങളുടെ സമയം ലാഭിക്കുന്നതിന് വേണ്ടിയ ഒറ്റ ഫോമുല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ, അന്യരുടെ പ്രശ്നങ്ങളിൽ തലയിടരുത്. നിങ്ങളാലോചിച്ചു, അത് മാത്രം നമ്മൾ പാലിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. കാരണം നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ആലോചനകളിൽ എന്താണ് അവളങ്ങനെ, എന്താണ് അവനങ്ങനെ, കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ, കഴിഞ്ഞ കല്യാണത്തിന് ഇങ്ങനെയായിരുന്നില്ലല്ലോ വിളിച്ചത്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മനസ്സ് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഒരിക്കൽ ആറാബിയായൊരു മനുഷ്യൻ, ഗ്രാമീണനായൊരു മനുഷ്യൻ, അത്ര സംസ്കാരമൊന്നും സിദ്ധിച്ചിട്ടില്ലാത്ത, ഇസ്ലാമിലേക്ക് വളരെ അടുത്ത കാലത്ത് മാത്രം കയറി വന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മുഹമ്മദ് അന്യായം ചെയ്തിരിക്കുന്നു. അത് കേട്ട കൂടെയുണ്ടായിരുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് സഹിച്ചില്ല. ഖാലിദ് ചോദിച്ചു, റസൂലെ, അവനെ ഞാൻ ശരിയാക്കട്ടെ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനാവും, അവൻ മുസ്ലിമാവും, അവൻ നമസ്കരിക്കുന്നവനാവും, ഒന്നും ചെയ്യരുതവനെ. ഖാലിദ് റളിയല്ലാഹുവിന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എത്ര നമസ്കാരക്കാരുണ്ട്, അവർ നമസ്കാരം നിർവഹിക്കുകയും അതേസമയം മനസ്സിൽ ദുഷിപ്പുകൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകൾ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ആളുകളുടെ മനസ്സുകൾ ചൂഴ്ന്നു നോക്കാനല്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആ സന്ദർഭത്തിൽ പറയുന്നത്. റസൂലിൻ്റെയും അനുയായികളുടെയും കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അള്ളാഹുവിൻ്റെ റസൂൽ മലക്കുകളെയാണ് സൃഷ്ടിച്ചത് എന്ന്. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതല്ല. അങ്ങനെ വിചാരിക്കുന്നത് വഴി ചില സൗകര്യങ്ങൾ നമ്മൾക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അതൊക്കെ അവർക്ക് പറ്റും, നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് ഇതൊക്കെ പറ്റുമോ എന്നാണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെയല്ല. നമ്മെപ്പോലുള്ള ഈഗോകൾ, നമ്മെപ്പോലുള്ള കൊച്ചു കൊച്ചു അസൂയകൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പരാതികൾ, അള്ളാഹുവിൻ്റെ റസൂല് പക്ഷപാതം കാണിക്കുന്നുവോ നഊദുബില്ലാ എന്നുപോലുമുള്ള ചില ചിന്തകൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ പല സമയത്തിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് ഓർമ്മ വരുന്ന നിമിഷം തന്നെ അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്കുണ്ടായിക്കൂടെ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് എന്ന് കരുതി കർമ്മമണ്ഡലത്തിൽ ഇറങ്ങിയവരായിരുന്നു അവർ എന്നുള്ളതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു ഖന്തഖ് യുദ്ധത്തിൻ്റെ അവസാന വേള വിവരിക്കുന്നുണ്ട്. ഖന്തഖിൽ രണ്ട് കക്ഷികൾ, മുസ്ലിം പക്ഷവും അല്ലാത്തവരും, കിടങ്ങിനപ്പുറവും ഇപ്പുറവും നിന്ന് കഷ്ടപ്പെടുകയാണ്. യുദ്ധം നടക്കുന്നില്ല വലിയ തോതിൽ. രണ്ടു കൂട്ടരും അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ മുഖാമുഖം നിൽക്കുകയാണ്. തണുപ്പ് കാലം, ഇങ്ങനെ പൊടിക്കാറ്റ് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു. ഭക്ഷണമുള്ളത് രണ്ട് ഭാഗത്തും ഇങ്ങനെ സപ്ലൈ മുഴുവൻ തീർന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ എങ്ങനെയെങ്കിലും ഒന്ന് പിരിഞ്ഞു പോകണം. പക്ഷെ മറ്റവർ പിരിഞ്ഞു പോകാൻ രണ്ട് പക്ഷത്തിനും കഴിയാത്ത സന്ദർഭത്തിൽ കൂരിരുട്ടാർന്ന തണുപ്പുള്ള മണൽക്കാറ്റുള്ള ഒരു രാത്രിയിൽ അള്ളാഹുവിൻ്റെ റസൂല് മുസ്ലിം പക്ഷത്തെ വിളിച്ചു ചോദിച്ചു, ആരാണ് മുശ്രിക്കുകളായ ആളുകളുടെ, ഖുറൈശികളായ ആളുകളുടെ രഹസ്യങ്ങൾ അറിഞ്ഞു വരിക എന്നുള്ളത്? ജീവൻ അപകടത്തിലാകുന്ന വളരെ വലിയ റിസ്കി ഏർപ്പാടാണ്. അതിനപ്പുറത്ത് അവരുടെ പുതപ്പിനുള്ളിൽ നിന്ന് ഒന്ന് എത്തി നോക്കാൻ പോലും കഴിയാത്ത വിധം ഹുദൈഫ റളിയല്ലാഹു അൻഹു അന്നത്തെ ദിവസത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷമാണ്. ഓരോരുത്തരും വിചാരിച്ചു, ഞങ്ങളെ വിളിക്കാതിരിക്കട്ടെ, എന്നെ വിളിക്കാതിരിക്കട്ടെ. ആ കൂട്ടത്തിൽ എല്ലാവരുമുണ്ട്. നമ്മൾക്കറിയുന്ന ഖിലാഫത്തു റാഷിദയുടെ മുഴുവൻ ആളുകളുമുണ്ട്. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട മുഴുവൻ ആളുകളുമുണ്ട്. ഒരാളും പ്രതികരിച്ചില്ല. 3 പ്രാവശ്യം ആവർത്തിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ ചോദ്യം. 4ാമത്തെ പ്രാവശ്യം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഹുദൈഫ പോകും എന്ന്. ഹുദൈഫത്തുൽ യമാനി. ആ ഹദീസ് വിശദീകരിക്കുന്ന ഹുദൈഫയുടെ അടുത്ത വാചകം ഞാൻ പെട്ടു എന്നാണ്.
പക്ഷേ പെട്ടു എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയല്ല, അദ്ദേഹം പോവുകയാണ്. അങ്ങനെ അബൂ സുഫിയാൻ്റെ രഹസ്യമറിഞ്ഞ് അദ്ദേഹം വരുന്നതും അങ്ങനെ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു പോകുന്നതുമാണ് കഥ. പക്ഷേ അബൂ ഹുദൈഫക്ക് ഒരിക്കലും തോന്നാതിരുന്നിട്ടില്ല, സഹാബികളായ ആളുകൾക്ക് തോന്നാതിരുന്നിട്ടില്ല, ഞങ്ങൾ വിളിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ സന്ദർഭം, മക്ക വിജയത്തിന് ശേഷമാണ് ഹുനൈനിൽ യുദ്ധമുണ്ടാകുന്നത്. അതിൽ വിജയിച്ച് ഒരുപാട് യുദ്ധമുതലുകൾ കിട്ടിയ ധാരാളക്കണക്കിന് സ്വത്തുക്കൾ വന്ന യുദ്ധമാണ്. അതിനാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കിട്ടിയ സമ്പത്തുകൾ ധാരാളമായി വളരെ അടുത്ത കാലത്ത് മാത്രം മക്കയിൽ നിന്ന് വിശ്വസിച്ച ആളുകൾക്ക് ധാരാളമായി കൊടുത്തു. സഫ്വാൻ ഇബ്നു ഉമയ്യക്ക് 100 ഒട്ടകം, അബൂ സുഫിയാന് ഒരു ഈത്തപ്പനയുടെ വലിയൊരു തോട്ടം, മറ്റൊരാൾക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ, ഇങ്ങനെ വലിയ അളവിൽ വിതരണം ചെയ്ത് മക്കക്കാർക്ക് കൊടുത്ത് സംഗതി തീർന്നു. മദീനക്കാരായ ആളുകൾക്ക്, അൻസാരികളായ ആളുകൾ, ആരാണ് അൻസാരികൾ? അത് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. സ്വന്തം ജീവൻ ത്യാഗം ചെയ്തും അള്ളാഹുവിൻ്റെ റസൂലിനെ സംരക്ഷിക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത റസൂലിനെ കൂട്ടിക്കൊണ്ടുപോയ ആളുകളാണവർ. അവരുടെ മനസ്സിൽ ചെറിയൊരു വിഷമമുണ്ടായി. ആളുകൾ മുറുമുറുന്നു. ചിലർ പറഞ്ഞു, മുഹമ്മദ് ഇപ്പോൾ അവസാനം കാര്യം കഴിഞ്ഞപ്പോൾ നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് മക്കക്കാരോട് ഒരു പ്രിഫറൻസ് കാണിക്കുകയാണോ എന്ന് ചോദിച്ചു. വിവരമറിഞ്ഞ അവരുടെ നേതാവായിരുന്ന അൻസാരികളിൽപ്പെട്ട സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു വന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് വിവരം പറഞ്ഞു. റസൂല് സഅദ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്താ നിൻ്റെ അഭിപ്രായം? സഅദ് റളിയല്ലാഹു പറഞ്ഞു, റസൂലെ, ഞാനും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണല്ലോ എന്നാണ് പറയുന്നത്. റസൂൽ ഉടനെ അവരെ യോഗം വിളിച്ചു. എന്നിട്ട് റസൂൽ അവരോട് പറഞ്ഞു, മക്കക്കാർ പോയത് സ്വർണവും വെള്ളിയും ഒട്ടകങ്ങളുമായാണ്, പക്ഷെ നിങ്ങൾ പോകുന്നത് അതിനേക്കാൾ മികച്ച ഒന്നുമായാണ്. നിങ്ങളോട് ഞാൻ മുമ്പ് 2ാം അഖബ ഉടമ്പടിയുടെ കാലത്ത് നിങ്ങളോട് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ലോകം മുഴുവൻ ഒരു ദിശയിലും അൻസാരികൾ മറ്റൊരു ദിശയിലും പോവുകയാണെങ്കിൽ അൻസാരികളുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് അന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്തതാണല്ലോ ഞാൻ. അതിനാൽ നിങ്ങൾ പോകുന്നത് അള്ളാഹുവിൻ്റെ റസൂലുമാണ്. ആ റസൂലിൻ്റെ പ്രതികരണം അറിഞ്ഞ അൻസാരികൾ കരഞ്ഞുപോയി എന്നാണ് ചരിത്രം. ഇപ്രകാരം അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കാൻ കഴിയുക, ആ ചരിത്രം അറിയാൻ കഴിയുക, അത് ജീവിതത്തിൽ പകർത്തുക, റസൂലല്ലാതെ നമുക്ക് മറ്റൊരു മാതൃകയുമില്ല എന്നുള്ള ബോധം, അതൊരു ദൃഢബോധ്യമായി നമ്മുടെ മനസ്സിലുണ്ടാകുക. മറ്റെല്ലാ മാതൃകകളും ഇതിനുള്ളിലാണ് എന്നുള്ള ഒരു ബോധം നമ്മൾക്കുണ്ടാവുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അള്ളാഹുവിൻ്റെ റസൂലിനെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ റസൂലായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞതുകൊണ്ടാണ് മുസ്ലിങ്ങൾ എന്നുള്ള പേരിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മുഹമ്മദീയ ഉമ്മത്തിൽ നമ്മൾ ഉൾപ്പെടാൻ ഇടയായത്. ആ വാക്കിനോട്, ആ ഷഹാദത്തിനോട് ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കേണ്ടുന്ന ആളുകളാണ് നമ്മൾ. സാക്ഷ്യം വഹിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ആ ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്നുള്ളത് നമ്മൾ അറിയണം. അതേതെങ്കിലും മാസത്തിലോ ദിവസത്തിലോ മാത്രമായി ഉണ്ടാകേണ്ടതല്ല. ദിനം പ്രതി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ, സലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അത് കേവലം നമസ്കാരത്തിൻ്റെ സമയത്തിൽ മാത്രം അവസാനിക്കേണ്ടുന്ന ഒന്നല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എൻ്റെ നേതാവ് എന്ന് ദുനിയാവിൽ അംഗീകരിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ തീരുമാനിച്ചവർക്ക് മാത്രമാണ് പരലോകത്ത് അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നേതൃത്വത്തിന് കീഴിൽ സ്വർഗത്തിലെത്താൻ കഴിയുക എന്നുള്ളത് നമ്മൾ ഓർക്കണം. മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോടൊരാൾ വന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ദുനിയാവിൽ എന്ത് പ്രശ്നം എനിക്ക് വന്നു കഴിഞ്ഞാലും താങ്കളെ വന്നൊന്ന് കണ്ടാൽ, ആ തിരുമുഖം ഒന്ന് ദർശിച്ചാൽ എൻ്റെ സകല വിഷമങ്ങളും തീരും. എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ, മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങെന്തായാലും സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ജന്നാത്തുൽ ഫിർദൗസിലായിരിക്കും. ഞാൻ എവിടെയാണ് എന്ന് എനിക്ക് അറിയില്ലല്ലോ അള്ളാഹുവിൻ്റെ റസൂലെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആ സഹാബിയോടും പറഞ്ഞു, അന്ത മഅമൻ അഹ്ബബ്ത, നീ നിന്നെ സ്നേഹിക്കുന്നവരുടെ കൂടെയാണ്. അപ്രകാരം അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കാനും ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ മാറ്റിപ്പണിയാനും അതുവഴി നമ്മൾ സ്നേഹിച്ച റസൂലിൻ്റെ കൂടെ, അവിടുത്തെ അനുയായികളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.